പ്രതീക്ഷിച്ചില്ല. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗൗരി എന്താ ഉദ്ദേശിച്ചത്? മാഞ്ഞൂരാനെ താഴെ ഇറക്കാൻ ഇത് മാത്രമായിരുന്നു ഏക മാർഗം അല്ലേ? ക്രൂരമായി പോയി. ഗൗരി, നിങ്ങൾ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ രാജിവെക്കാൻ തയ്യാറായാണ് മാഞ്ഞൂരാൻ ഇന്നലെ യാത്ര പറഞ്ഞു പോയത്. പക്ഷേ അതൊരവസാന കൂടിക്കാഴ്ചയാകുമെന്ന് ഞങ്ങളും കരുതിയില്ല. ഫെയ്റ്റ് അല്ലാതെന്ത്? മാഞ്ഞൂരാൻ ഒപ്പിട്ട കടലാസ് നമ്മുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ. വേണ്ട. ഗൗരിക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മുടെ പദ്ധതികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ല, ആരായാലും അങ്ങനെ ചിന്തിക്കൂ. പപ്പൻ, അവന് യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കരുത്. അവൻ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ പ്ലാനുകളെല്ലാം തകരും. സാറ് വിഷമിക്കാതെ. അവൻ ചാടിപ്പോകാതെ സൂക്ഷിക്കാനുള്ള കരുക്കളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇദ്ദേഹത്തെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓഹോ, എന്താണ് നാമധേയം? ഹരിഹരപുരം ശ്രീകണ്ഠത്ത് കൃഷ്ണൻകുട്ടി പൊതുവാൾ. ഹോ, ഈ പേരിടാൻ തന്നെ ഒരു മതിൽ മുഴുസാ വേണ്ടി വരുമല്ലോ. അത് നമുക്ക് ചുരുക്കി HSKP വാൾ എന്നാക്കാം. വേണ്ട, നിങ്ങൾ വാൾ ചുരുക്കാനും നീട്ടാനും നിൽക്കണ്ട. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഒരുത്തനെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അമേരിക്ക മാവ് വാങ്ങാനുള്ള കാശ് മുതല് കെട്ടിവെക്കാനുള്ള കാശ് വരെ ഞാൻ കൊടുക്കണം. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതൊട്ടില്ല താനും. എന്ന് പറഞ്ഞ വണ്ണ പോലെ തന്നെ വലതുകാലെടുത്ത് തിരിച്ചു വെച്ച് നടന്നോളാൻ. മുതലാളി, ഇതിന്റെ ഭവിഷ്യത്തുകൾ ഭീകരമായിരിക്കും. ഉവ്വ ഉവ്വ, നീയൊക്കെ കുറെ ഒടട്ടും. ഓടാപുറത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതായി ഈ പരദേശിയുടെ അടുത്തൊന്നും വരണ്ടെന്ന്. പരദേശിയ ഡേ ഗണപതി, എന്നാപ്പാ? കേട്ടിയ നല്ല കേട്ടിയ? നീ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രിക പരദേശിയാണ് സ്വദേശിയാണെന്ന് ഞാൻ കാമിച്ചു കൊടുക്കറേ. അത് ഇന്ന് തീരുമാനിച്ചിട്ട് കാര്യം. ആഹാ, തീരുമാനിക്കാനൊന്നുമില്ല. നമ്മുടെ സ്ഥാനാർത്ഥി വിശ്വം തന്നെ. തൊഴിലാളികൾക്കിടയിൽ നിനക്കുള്ള സിമ്പതി കണ്ട നിന്നെ നിർത്തുന്നത്. പൊരുതി ജയിച്ചോണം. നിങ്ങളൊക്കെ കൂടുള്ളപ്പോ ഞാനെന്തിന് ഭയപ്പെടണം? നേതൃത്വം തീരുമാനിച്ച പിന്നെ അതാരായാലും ഞങ്ങൾ അയാൾക്കൊണ്ട് ഭരിക്കും. ഞങ്ങളോടൊന്നും പറയണ്ട. അത് പിന്നെ എനിക്കറിയില്ലേ. ഒന്നിനും പിശുക്ക് കാണിക്കണ്ട. എല്ലാം അതിന്റെ രീതി പോലെ നടന്നോട്ടെ. പൈസ ഞാൻ എത്തിക്കാം. അതെ, അത് മതി. പിരിവിന്റെ കാര്യം ഞാൻ ഏറ്റു. ക്ഷമിക്കണം, ഞാൻ വരാൻ അല്പം വൈകി. അപ്പൊ ഞാൻ എന്നാ പത്രിക സമർപ്പിക്കേണ്ടത്? ശ്രീരാമ, സ്ഥാനാർത്ഥിയെ നമ്മൾ തീരുമാനിച്ചു. തൊഴിലാളികളുടെ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഏരിയ ആയതുകൊണ്ട് വിശ്വന്റെ പേരാ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്ത് നിർദ്ദേശമാണ് നേതാവേ? പാർട്ടിക്ക് വേണ്ടി ജീവനും രക്തവും നൽകി കഴിഞ്ഞ പ്രാവശ്യം കെട്ടിവെച്ച കാശ് പോലും സ്ഥാനാർത്ഥിക്ക് കിട്ടുകയില്ല എന്ന് ഉറപ്പായപ്പോ ആരും കാണാതെ പൊട്ടക്കിണറ്റി കിടന്ന ഏലിയാമ്മയുടെ ശവം പൊക്കിയെടുത്ത് മൗനജാഥ നടത്തി, റിലേ സത്യാഗ്രഹം നടത്തി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച പൊതുജന സമ്മതനായ ഈ ശ്രീരാമനെ തഴഞ്ഞിട്ട് ജനഗണമന പോലും മുഴുവനും പാടാൻ അറിയാത്ത ഈ വിശ്വനെ തെരഞ്ഞെടുത്തത് തികച്ചും പാർട്ടി വിരുദ്ധവും പൈശാചികവും മൃഗീയവും ആത്മഹത്യാപരവുമാണ്. ഇതൊരു മലിപ്പീരായി പോയല്ലോ നേതാവേ. ശ്രീരാമ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ തീരുമാനങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓഹോ, എന്ന് പറഞ്ഞാൽ ഈ തീരുമാനത്തിന് മാറ്റമില്ല എന്നർത്ഥം. അതെ. ശരി, എങ്കിൽ ഈ ശ്രീരാമന് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം എന്താണെന്ന് കാണിച്ചു തരാം. നിനക്കത് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായത്. അവസരവാദി രാഷ്ട്രീയക്കാരോട് ഇനിമേൽ ഈ ശ്രീരാമൻ ചങ്ങാത്തമില്ല. ബന്ധങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ശ്രീരാമൻ സ്വതന്ത്രനായി പോരാടും. ഇന്ന് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. വന്ദേ മാതരം. നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയിൽ എനിക്ക് സന്തോഷമുണ്ട്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതനാട് പത്രം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ചർച്ചാ വിഷയമാകാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിലനിർത്തണം. കൂട്ടത്തിൽ മറ്റൊന്ന്, ഈ പത്രം പഴയ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? ഈ പുതിയ കൈമാറ്റം തൽക്കാലം പുറത്തറിയരുത്. എന്തു പറയുന്നു? സാറിന്റെ ഏത് തീരുമാനത്തോടൊപ്പവും ഞങ്ങളുടെ ഉറച്ച പിന്തുണ ഉണ്ടാവും. എന്നാൽ നമുക്ക് തൽക്കാലം പിരിയാം. ശരി സാർ.
യെസ്, എന്റെ പേര് വിഷ്ണു. ശകുനി എന്ന പേരിൽ. അറിയാം. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്. അതെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിനോട് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഞാനിത് പറഞ്ഞാൽ ഞാനാണിത് പറഞ്ഞതെന്ന് സാർ ഒരിക്കലും പുറത്തു പറയരുത്. ഇല്ല. 1992 ഡിസംബർ 4-ാം തീയതി എറണാകുളം ബ്രോഡ്വേയിൽ വെച്ച് നടന്ന 2 പോലീസുകാരുടെ മരണം, അല്ല കൊലപാതകം. ആ വാർത്ത സാർ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓർക്കുന്നു. ഞാൻ നടത്തിയ അന്വേഷണങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകരമായ ഒന്നായിരുന്നു അത്. ഒടുവിൽ ഞാനിത് കണ്ടുപിടിച്ചു സാർ. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ? തെറ്റാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾ ഇത് എന്തുകൊണ്ട് പ്രസിദ്ധപ്പെടുത്തിയില്ല? പെട്ടെന്ന് മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല സാർ. മക്കളാണെങ്കിൽ താഴ്ന്ന ക്ലാസ്സുകളിലാ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിന് തയ്യാറാകാൻ കാരണം? സാറിനെ പോലുള്ള ഒരാളുടെ പിൻബലമുള്ളതുകൊണ്ട്. മാത്രമല്ല, ഈ വാർത്ത നൽകിയാൽ എനിക്ക് പത്രത്തിൽ അല്പം കൂടി ഉയർന്നൊരു സ്ഥാനം കിട്ടുമെന്ന് തോന്നിയതുകൊണ്ടുമാണ്. ഞാൻ ആലോചിക്കാം. താങ്ക് യു സാർ. എന്താ? തുടങ്ങിയപ്പോ കരുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കരുക്കളും. ഞാൻ അറിയരുതെന്നുണ്ടോ? ഐ എം സോറി. പരസ്പരം മാപ്പ് ചോദിച്ച് കളയാൻ നമുക്ക് സമയമില്ല. ജോലി ഒത്തിരിയുണ്ട്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? മറുപക്ഷത്ത് ഒരുപാടും. എനിക്ക് കൂട്ടിന് നീയില്ലേ? അത് മതി. കഷ്ടമായിപ്പോയി. ഏതായാലും ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കും. ചിലപ്പോ അതിന്റെ അടുത്ത ഭാഗം കാണാൻ കഴിഞ്ഞേക്കും. കളിയാക്കണ്ട. നിന്നെ ഒരു നോക്ക് കാണാൻ ഞാൻ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കണമല്ലോടെ. ആ, ചിലപ്പോ വേണ്ടി വരും. ആയത്തിൽ നിൽക്കുന്നു അല്ലേ? സംസ്കൃതം ഞാൻ 2 പറഞ്ഞേന്. അളിയാ വേണ്ട, നീ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ? അളെ, അവരെന്നെ തഴഞ്ഞു. എന്റെ മുഖത്ത് നോക്കി സ്ഥാനാർത്ഥിയാക്കാനാവില്ലെന്ന് പറഞ്ഞു. നന്നായി. ഓഹോ, അപ്പൊ നീയും കൂടി അറിഞ്ഞോണ്ടുള്ള തീരുമാനമാണല്ലേ? എങ്കിൽ നോക്കിക്കോ, ഈ ശ്രീരാമൻ മത്സരിക്കാൻ പോകുന്നു. MLA, മന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ ലെവലുകളിലേക്ക് ശ്രീരാമൻ കുതിച്ചു വരാൻ പോകുന്നു. എന്നിട്ട് വേണം ഈ നാട് കുട്ടിച്ചോറാക്കാൻ. അതെ, കുട്ടിച്ചോറാക്കും. എന്നിട്ട് ആ ചോറ് ഉരുട്ടി കൊഴിക്കട്ടാക്കി അവന്റെ കണ്ണാക്കി തരും. ഒരു 5 ലക്ഷം രൂപ ഞാൻ only 5 lakhs rupees. കാശില്ല, പക്ഷെ ഐഡിയ. നീ ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കും. നെഞ്ചുരുകുമ്പോ ജിഞ്ചർ പൊട്ടിക്കല്ലേ അളിയാ, ശിരസി കയറും. ആരുടെയെങ്കിലും കാറി കയറി തിരുവനന്തപുരത്ത് പോവുക, ഓസിന് തട്ടുദോശയും അടിച്ച് മുദ്രാവാക്യവും വിളിച്ച് തെക്ക് വടക്ക് തെണ്ടി നടക്കുക, എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരിക. ഇതല്ലാതെ നിനക്ക് എന്തെങ്കിലും അറിയോ? നീയാണ് ഇനി മന്ത്രിയാവാൻ പോകുന്നത്. ഗൗരി, നീ എന്റെ അഭിമാനത്തിലാണ് ചുറ്റിയോണ്ടടിച്ചത്. ഇനി അരിവാൾ കൊണ്ട് വെട്ടും. എടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ നീ എന്നെ സഹായിക്കില്ല? പ്രതീക്ഷ തീരെ വേണ്ട. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്നാ നീ ഒന്ന് മനസ്സിലാക്കിക്കോ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. നീ നോക്കിക്കോ, ഒരിക്കൽ ഞാനും തണ്ടിലേറും. ഓ, അന്നേരം മാറാപ്പുമായി ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ. എല്ലാം വളരെ പെട്ടെന്നായി പോയി. തന്നെ തീരൂ, തന്നെ തീരൂ, തന്നെ തീരൂ, തന്നെ തീരൂ. അവകാശങ്ങൾ തന്നെ തീരൂ, അവകാശങ്ങൾ തന്നെ തീരൂ. തിരഞ്ഞെടുപ്പിന് വാക്ക് പറഞ്ഞു, തിരഞ്ഞെടുപ്പിന് വാക്ക് പറഞ്ഞു. തൊഴിൽ തരാം, തൊഴിൽ തരാം, തൊഴിൽ തരാം, തൊഴിൽ തരാം. എന്നിട്ടെന്തേ ചോദിക്കുമ്പോ, എന്നിട്ടെന്തേ ചോദിക്കുമ്പോ തൊഴിലുകൾ മാത്രം നൽകുന്നു, തൊഴിലുകൾ മാത്രം നൽകുന്നു. യുവജന ഐക്യം ചിന്താബാദ്, യുവജന ഐക്യം ചിന്താബാദ്. യുവത്താക്കൾ ശ്രീരാമ, എന്നും ഇതുപോലെ എങ്ങും എത്താത്ത ഒരു ജാഥയുടെ അവസാനക്കാരനാവാനേ നിന്നെ കൊണ്ടാവും. ശരിയാണ് അളിയ. കക്ഷത്തിൽ ഈ ഡയറിയും വെച്ച് സ്വന്തം കക്ഷിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലാതെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു പുല്ലും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നിയതും വളരെ പെട്ടെന്നായിരുന്നു. ഏതായാലും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കും. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. തോൽക്കണ്ട. നീ എന്റെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള ചങ്ങാതിയായി പോയില്ലേ, കള്ളനാണെങ്കിലും. എടാ, നിനക്ക് ഈ ജാഥയുടെ മുന്നിലെത്തണ്ടേ? അതൊന്നു മാത്രമാണ് എന്റെ ലൈഫ് അംബീഷൻ. നീ വണ്ടി കയറി. നിക്ക് നിക്ക് നിക്ക്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് വിമതനായോ? അതല്ലടാ, നിന്റെ കക്ഷത്തിരിക്കുന്ന മുഷിഞ്ഞ ഡയറിയും കളഞ്ഞേ. AC കാറാ. നാറുമല്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഹലോ, അതെ, എവിടെ? ബേക്കറിയിലോ? എത്ര രൂപ പോയി?
ആ ബ്രെഡ് മാത്രമേ പോയുള്ളൂ. വിശപ്പ് സഹിക്കാൻ വയ്യഞ്ഞിട്ട് വല്ലൊരു മൂട്ടിച്ചാരിക്കൂടോ വിട്ട് കളാശാനെ. ദാസാ സാർ ഡോ നമ്മുടെ ആ മാഞ്ഞൂരാന്റെ മോന് തിന്നാൻ വല്ലതും വാങ്ങിച്ചു കൊടുത്തു. അവന്റെ മോന്ത കണ്ടിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല സാർ. അവനാണ് മഹാപേശക. വിശകായതുകൊണ്ടാണല്ലോ ഇവിടെ പിടിച്ചിടേണ്ടി വന്നത്. അല്ല സാർ, എനിക്കൊരു സംശയം. ആ, ഈ മാഞ്ഞുരാന്റെ മകൻ പരോൾ പത്മനാഭന്റെ കാറിന് കല്ലെറിയാനുണ്ടായ ലിങ്ക് എന്താ? ഡോ താനങ്ങനെ ഒരുപാട് ചിന്തിച്ച് തലമുടി നരപ്പിക്കണ്ട. ചെല്ല്, ആ പയ്യന് വല്ല ബന്നോ ചായ വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. മേ ഐ കം ഇൻ സർ? യെസ് കമിൻ. സോറി. നമസ്കാരം. ഇരിക്കണം. വേണ്ട, ഞാൻ വന്നത് ആ മാഞ്ഞൂരാന്റെ മകന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യരുതെന്ന് പറയാനാണ്. അവനെ വിട്ടേക്കണം. അല്ല അത് പപ്പൻ നേതാവിനോട് ഞാൻ പറഞ്ഞോളാം. ശരി. ദാസാ ദാസാ ആ മാഞ്ഞൂരാന്റെ മോനെ വിട്ടയച്ചേക്ക്. അല്ല സാർ, തലയിരിക്കുമ്പം വാലാടരുത്, വാല് മുറിഞ്ഞു പോകും. ഒബേ ദ ഓർഡർ. താങ്ക് യു സർ. ഗായത്രി സാറിനെ അറിയില്ലേ? മറക്കാനാവില്ലല്ലോ. നമ്മളെ ആദ്യമായി ചേർത്ത് വെച്ചത് ഇദ്ദേഹമല്ലേ, വിലങ്ങുകൊണ്ടാണെങ്കിലും. അത് ഞാൻ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല, വൈരാഗ്യവും ഇല്ല. മറിച്ച് നന്ദിയാണുള്ളത് ഈ ബന്ധത്തിന് തുടക്കമിട്ടാൻ. സൈലന്റ് ലവ് സ്റ്റോറി. അനുസരിക്കാൻ മാത്രമേ എനിക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഈ യൂണിഫോമിന്റെ ഒരു സ്വഭാവം കൂടിയാണ്. മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കളയണം. വളരെ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ കുപ്പായം. ഊരിക്കരുത്. ഇല്ല, പകരം ഈ കുപ്പായത്തിൽ ഒരു നക്ഷത്ര ചിഹ്നം കൂടി ഞാൻ വാങ്ങിത്തരും, ഒരു നല്ല ഓർമ്മയ്ക്ക് വേണ്ടി. ശ്രീരാമ, നീ ആളാകെ മാറിപ്പോയില്ലോടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓഹോ, വേഷം മാത്രമല്ല, ഞാൻ ആകെ മാറിപ്പോയി. എ കംപ്ലീറ്റ് പെരിസ്ട്രോയിക്ക. അവന്റെ നോട്ടം അത്ര പന്തിയല്ലല്ലോ അളിയാ. കൂട് കരിക്കപ്പെട്ട ചിരഞ്ജീവി കാക്കയാണവൻ. മൂങ്ങകളെ അവൻ വെറുതെ വിടില്ല. പട്ടിണിപ്പാവങ്ങളുടെ ആശയും പ്രതീക്ഷയുമായ വിഘ്നേശ്വര കാർബൈഡ് കമ്പനി സ്വാർത്ഥ താൽപര്യക്കാരുടെ കൈകളിൽ നിന്നും യഥാർത്ഥ അവകാശികളായ തൊഴിലാളി വർഗത്തിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് നമ്മുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അത് നമ്മൾ പിടിച്ചെടുത്തേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വിശ്വനെ നിങ്ങളുടെ വിലയേറിയ രാജാധികാരം രേഖപ്പെടുത്തൂ. വിഘ്നേശ്വര കാർബൈഡ് കമ്പനിയുടെ മലിനീകരണ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു. ഈ നാടിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഭാവി തലമുറയുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിയായ, നമ്മളിൽ ഒരുവനായ വിശ്വന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചക്രമടയാളത്തിൽ രേഖപ്പെടുത്തുക. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് 4 ഇടങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കക്ഷി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. ഇതിൽ വരാപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഐക്യകക്ഷി സ്ഥാനാർത്ഥി ശ്രീ വിശ്വൻ പ്രധാന എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ ഗണപതി അയ്യരെ നിസ്സാര ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി. ഗൗരി പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി അല്ല നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ പരാജയം ഉറപ്പ്. തൊടുക്കുന്നുവെങ്കിൽ അത് ബ്രഹ്മാസ്ത്രമായിരിക്കണം. There you are. അപ്പൊ ഗൗരി പറഞ്ഞതുപോലെ
ഞങ്ങളുടെ ഭാഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അയ്യരുടെ പക്കൽ നിന്ന് കമ്പനി പിടിച്ചെടുക്കണം. അതെ, എന്റെ ഊഹം ശരിയാണെങ്കിൽ വിഘ്നേശ്വര കാർബൈഡ് കമ്പനി ഉടൻ തന്നെ നമ്മുടെ കൈകളിലെത്തും.